അങ്ങനെ ബീഹാർ ഇലക്ഷന്റെ ഫലം വന്നിരിക്കുകയാണ്. ഇന്ത്യ സഖ്യം തകർത്തു വാരുമെന്ന് പലരും പ്രതീക്ഷയെടുത്ത് BJP സഖ്യം തന്നെയാണ് വിജയിച്ചിട്ടുള്ളത്. ഈ 2024 ലോക്സഭാ ഇലക്ഷന് ശേഷം നടന്നതിൽ ഏറ്റവും സുപ്രധാനമായ നിയമസഭാ ഇലക്ഷനാണ് ബീഹാറിലേത്. ആ ഇലക്ഷനിൽ BJP വിജയിച്ചിരിക്കുകയാണ്. പലരുടെയും പ്രതീക്ഷകൾ അസ്ഥാനത്താക്കിയാണ് ആ വിജയം. എങ്ങനെ കാണുന്നു വിജയത്തെ? തീർച്ചയായിട്ടും വിജയമെന്ന് മാത്രമല്ല, ഇവിടെ കോൺഗ്രസ് ഇല്ല. ഏകദേശം 10, 50, 70 സീറ്റൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത് ഉണ്ടായിരുന്ന കോൺഗ്രസ് ഇപ്പം ഒറ്റ സംഖ്യയിലേക്ക് എത്തിയിരിക്കുന്നു. CPIക്ക് ഒരു സീറ്റ്, CPI MLന് ഒരു സീറ്റ്. അപ്പൊ പ്രതിപക്ഷം എന്നുള്ളത് അപ്രസക്തമായിരുന്നു. ഏറ്റവും ഒടുവിലായി വരുന്നത്, ഇനി പല സൂചനകൾ ചെറിയ രീതിയിൽ മാറി മറിയാം, 243 അംഗ സർക്കാരിൽ അസംബ്ലിയിൽ 199 സീറ്റ്, അത് ഇനിയും മാറി 200ലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മൃഗീയമായ ഭൂരിപക്ഷം. ഇതുവരെ ദേശീയ തലത്തിലുള്ള ഒരു എക്സിറ്റ് പോൾ സർവേകളും പറയാത്ത ഭൂരിപക്ഷം. എല്ലാ എക്സിറ്റ് പോളുകളും ഒരു 160 റേഞ്ച്, 140 സമാസമമായിരുന്നു. 100-ന് മുകളിൽ സീറ്റ് ഇന്ത്യ സഖ്യത്തിന് വരുമെന്നാണ് പറഞ്ഞിരുന്നത്. 100 മുതൽ 110 വരെ, പിന്നെ 140 മുതൽ 160 വരെ, അത്ര വരെ. അതെല്ലാം മാറി മറിഞ്ഞിട്ട് ഇപ്പം നമ്മൾ കാണുന്നത് ഒരു വൺ സൈഡ് സ്വീപ്പാണ് കാണുന്നത്. ഒരു പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇല്ല. ഇത് എനിക്ക് തോന്നുന്നു ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷം കഴിയുമ്പോൾ മോദിയുടെ ജനപ്രീതി കൂടി. മോദി ഫാക്ടറുടെ വലിയൊരു ഘടകമാണ്. നിതീഷിന്റെ ഭരണത്തെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു. RJD വലിയ പണിയെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അതിനെക്കുറിച്ച് വലുതായിട്ട് ചെയ്തിട്ടില്ല. RJD നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ RJD സഖ്യമായിട്ടുണ്ടായിരുന്ന കോൺഗ്രസ് ആണ്. സത്യത്തിൽ എല്ലാവരും പറയുന്ന പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് ആണ് RJD തോൽപ്പിച്ചതാണ്. കാരണം 70 സീറ്റ് കോൺഗ്രസിന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഫസ്റ്റ് ആത്മഹത്യ. 5 വർഷം മുമ്പ് 2020-ലും RJDക്ക് പറ്റിയ അബദ്ധങ്ങളിൽ ഒന്ന് കോൺഗ്രസിന് കൂടുതൽ സീറ്റ് കൊടുത്താണ്. അന്ന് കൂടുതൽ സീറ്റ് കൊടുക്കാതെ RJD കൂടുതൽ സീറ്റ് മത്സരിച്ചിരുന്നെങ്കിൽ ജയിച്ചേനെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ 11ഓളം സീറ്റുകളിൽ കോൺഗ്രസ് മുന്നണി മറ്റ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് CPI സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച മണ്ഡലത്തിൽ കോൺഗ്രസിന് വിമത സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. കോൺഗ്രസ് അവിടെ എനിക്ക് തോന്നുന്നു ഒരു സീറ്റ് ഭിന്നത്തിൽ വലിയ ഇടങ്കോൽ ഇട്ടത് കോൺഗ്രസ് ആണ്. പല സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ പിന്നീട് മാറ്റുന്ന ഘടകമുണ്ടായി. പിന്നെ ഈ മുന്നണി ബന്ധം വിട്ടിട്ട് കോൺഗ്രസ് സ്വന്തം സ്ഥാനാർത്ഥി നിർത്തിയ മണ്ഡലങ്ങളുണ്ടായി. അപ്പൊ ഒരു ഒത്തൊരുമ കോൺഗ്രസിനോട് ഉണ്ടായില്ല. 2, രാഹുൽ ഗാന്ധി ഫാക്ടർ അവിടെ AC ഇല്ല എന്നുള്ളത് 100%. രാഹുൽ ഗാന്ധി എന്ന ബീഹാറിൽ ഒരു ഫാക്ടറി അല്ല. പിന്നെ ലാലു പ്രസാദിന്റെ പഴയ പ്രതാപമൊന്നുമില്ല, തേജസ്വിക്കും വലിയ പ്രതാപമൊന്നുമില്ല. അപ്പോ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന BJPയുടെ ഒരു ആപ്തവാക്യം, ഒരു സ്ലോഗൻ, അത് യാഥാർത്ഥ്യമായി പോവുകയല്ലേ? ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിനകത്ത് ഒരുപാട് പ്രശ്നമുണ്ടായിരുന്നു. തേജസ്വി യാദവിനകത്ത് സ്വന്തം ഫാമിലിക്കകത്ത്, RJDയുടെ ഫാമിലിക്കകത്ത് വെച്ചാൽ തേജസ്വി യാദവും ജ്യേഷ്ഠനായിട്ടുള്ള തേജ് പ്രതാപ് യാദവുമായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ കോൺഗ്രസുമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. CPIM, CPI, CPML അവരുമായിട്ടുള്ള സഖ്യത്തിനുള്ള പ്രശ്നങ്ങൾ വേറെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ BJPയുടെ സഖ്യത്ത് നോക്കുമ്പോഴത്തേക്കും പ്രശ്നം ഉണ്ടായിരുന്നുള്ള എല്ലാവരും ഒരേപോലെ പിടിച്ച് പുറത്താക്കി. കൂടെ നിൽക്കുന്ന ഉറപ്പുള്ളവരെ മാത്രം കൂടെ നിർത്തിയാണ് JDUവും BJPയും പിന്നെ ചിരാഗ് പാസ്വാനും ചേർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിന്റെ ഒരു ഫലം അവർക്ക് കിട്ടിയെന്ന് വേണം വ്യക്തമായി തന്നെ പറയാം. മാത്രമല്ല ശ്രദ്ധേയമായ കാര്യം വെച്ച് കഴിഞ്ഞാൽ 2024 ലോക്സഭ ഇലക്ഷനിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. JDUവും പിന്നെ ആന്ധ്രാപ്രദേശിലുള്ള തെലുഗുദേശം പാർട്ടി കൊണ്ട് ചേർന്നാണ് സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത്. അവർ രണ്ടുപേരും പിന്തുണ വളരെ അത്യന്താപേക്ഷിതമാണ്. ഈ സർക്കാർ ബീഹാർ തോറ്റുപോയിരുന്നെങ്കിൽ, ബീഹാറിൽ BJP തോറ്റുപോയിരുന്നെങ്കിൽ മോദി സർക്കാർ താഴെ വീണേനെ എന്ന രീതിയിലൂടെ കാര്യം എത്തിയേനെ. പക്ഷെ അവിടെയാണ് ഇത് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ബീഹാർ ജയിക്കുമ്പോഴത്തേക്കും ഉറപ്പാവുന്നത് BJP സർക്കാർ 2029 വരെ ഭരിക്കുമെന്നുള്ളതാണ്. ആ കാര്യത്തിൽ കൂടി ഉറപ്പായിട്ടുണ്ട്. സർക്കാർ പരിപൂർണമായ സ്റ്റേബിളായി അടുത്ത വരാനിരിക്കുന്ന രാജ്യസഭാ ഇലക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും BJPക്ക് അവിടെ കൂടുതൽ സീറ്റ് രാജ്യസഭയിൽ എത്തും. ലോക്സഭ സ്റ്റേബിൾ ആകുകയും ചെയ്തത്, സർക്കാർ സ്റ്റേബിളായി. ഇതിനിടയിൽ ചില ചർച്ചകൾ നടന്നു. ഈ എക്സിറ്റ് പോൾ വന്നതിന് ശേഷം BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെങ്കിൽ BJP മുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കും. ഇനി ഒരിക്കൽ കൂടി നിതീഷ് കുമാറിന് കൊടുക്കില്ല. അവിടെ രാജീവ് പ്രതാപ് റൂഡിയുണ്ട്, വളരെ സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാർ പലരും ഉണ്ട്, ഒരുപാട് നേതാക്കന്മാരുണ്ട്. അപ്പോ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. ഞാനും അത് പല രീതിയിൽ ചിന്തിച്ചു. ശരിയാണ്, BJPക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ 80-90 സീറ്റിൽ BJP ലീഡ് ചെയ്യുന്നു. അപ്പോൾ 90 സീറ്റൊക്കെ BJPക്ക് കിട്ടുകയും അതിനേക്കാൾ കുറച്ച് സീറ്റ് 5-10 സീറ്റ് താഴെ കിട്ടുകയും ചെയ്താൽ RJD ഇല്ലെങ്കിലും JDU ഇല്ലെങ്കിലും BJPക്ക് ഭരിക്കാമെന്നൊരു ചിന്ത BJPക്ക് വന്നാലോ? പക്ഷേ 122 സീറ്റ് മതി. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു ഉച്ചയ്ക്ക് ഒരു 11 മണിക്ക് തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപിച്ചു നിതീഷ് കുമാർ തന്നെയാണ്. അവിടെയാണ് അച്യുത് പറഞ്ഞ പോലെ ഒരു കാര്യമുള്ളത്. ബീഹാറിലെ മുഖ്യമന്ത്രി സ്ഥാനം നിതീഷ് കുമാറിന് വച്ചു നീട്ടുന്നു BJP. പക്ഷേ 2029 വരെ NDA സർക്കാർ കേന്ദ്രത്തിൽ സ്റ്റേബിളായി. പക്ഷേ ഇതിൽ മറ്റു ചില ഫാക്ടർ കൂടി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം
SIR ഇവിടത്തെ ഈ ഒരു കോൺഗ്രസിന്റെ പരാജയത്തിന് ഒരു കാരണം അല്ലേ? അത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. SIR ഇനി രാജ്യവ്യാപകം നടത്താൻ പോകാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനി അടുത്ത വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷൻ കേരളം, ബംഗാൾ, തമിഴ്നാട്, ആസാം, പുതുച്ചേരിയാണ്. ആ 5 സംസ്ഥാനങ്ങൾക്കുള്ള ഇലക്ഷനാണ്. അപ്പോൾ അത് വളരെ നിർണായകമായിരിക്കും. SIR സത്യം പറഞ്ഞാൽ നമ്മുടെ ഇവിടെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധ്യതയില്ല. കാരണം നമ്മൾ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ വിദ്യാഭ്യാസം നേടിയ ഒരു ജനതയാണ്. മാത്രമല്ല ലീഗിന് ചിലപ്പോൾ രണ്ടും തട്ടുകൾ കിട്ടിയേക്കാം. കോൺഗ്രസിനും BJPക്കും CPM-നും വലിയ തട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയില്ല. ചിലപ്പോൾ കണ്ണൂരും മലപ്പുറത്തും വലിയ 2-3 സീറ്റുകൾ മാറിപ്പോകുന്നുണ്ട്. പക്ഷെ ബംഗാൾ ഭയങ്കരമായിരിക്കും, ആസാമും ഭയങ്കരമായിരിക്കും. ആസാം ഓൾറെഡി BJP ഒരു സ്റ്റേബിളായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴേ ആസാം നിലനിർത്തും. പക്ഷെ ബംഗാളിലെ ഫലം ഈ SIR-നകത്ത് ബീഹാറിൽ ഇത്ര വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റിയ സ്ഥിതിക്ക് അടുത്ത 2024 വെസ്റ്റ് ബംഗാൾ നമുക്ക് ശ്രദ്ധയോടെ കാണേണ്ടതാണ്. വലിയ ഇലക്ഷൻ വരാൻ പോകുന്നത്. അതായത് മമതാ ബാനർജി നിലംപരിശാകുമോ എന്നുള്ളതാണ്. നിലംപരിശായി ആവാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉറപ്പാണ് നിലംപരിശാവണം. കാരണം വോട്ടർ പട്ടിക ഇത്ര മാറ്റം വരുന്നു. കാരണം കേരളത്തിൽ 50 ലക്ഷം അധികം ആധാർ കാർഡ് ഉണ്ടാക്കിയെന്നാണ് കണക്ക് പറയുന്നത്. അതിനെക്കുറിച്ചാണ് പരിശോധന നടക്കുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ ബംഗാളിൽ 1 കോടിയല്ല 2 കോടിയല്ലായിരിക്കും, അതിനും മേളിലായിരിക്കും. അപ്പൊ അത്രയും വോട്ടിംഗ് നടക്കുമ്പോഴാണ് ഒരു ഇതുപോലത്തെ ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു ഇത് പോകുന്നത്. അവിടുത്തെ എനിക്ക് തോന്നുന്നു BJPക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ട്, നല്ല അവിടെ എപ്പോഴും പാർട്ടി അവിടുത്തെ രാഷ്ട്രീയ ഒരു പരിശോധിച്ചു കഴിഞ്ഞാൽ 2 പാർട്ടി ഓപ്പോസിറ്റ് ഉണ്ടാവും. ഒരു സമയത്ത് കോൺഗ്രസും CPM ആയിരുന്നു. പിന്നെ കോൺഗ്രസ് ശക്തി ക്ഷയിച്ചപ്പോഴത്തേക്കും തൃണമൂൽ കോൺഗ്രസ് കയറി വന്നു. തൃണമൂൽ കോൺഗ്രസ് CPM ആയിട്ട് 15 വർഷം പോയി. പിന്നെ CPM-ന് ശക്തി ക്ഷയിച്ചപ്പോഴത്തേക്കും ആ സ്ഥാനത്തേക്ക് BJP കയറി വന്നു. അങ്ങനെയാണ് ഇപ്പൊ 2 പാർട്ടികളായിരിക്കും എപ്പോഴും ഉണ്ടാവുന്നത്. അത് 2 പാർട്ടികൾ എപ്പോഴും സ്ഥിരമാവണമെന്നില്ല. ഒരു സമയത്ത് കോൺഗ്രസ് CPM ആയിരുന്നു. കോൺഗ്രസിന്റെ സിദ്ധാർത്ഥ് ശങ്കറെ ഒരു സമയത്ത് ഹില്ലറാന്ന് പറഞ്ഞാണ് പാർട്ടിക്കാരും അങ്ങനെ കുറിച്ച് വിശേഷിപ്പിച്ചത്. അതുപോലെ പോയിക്കൊണ്ടിരുന്ന അവിടെ പിന്നെ പാർട്ടി CPM-ന് 35 വർഷം CPM ആയി. പിന്നെ കഴിഞ്ഞ 15 വർഷമായിട്ട് ഇപ്പോൾ തൃണമൂലാണ്. അപ്പൊ അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ BJPക്ക് കടന്നു വരാനുള്ള സ്പേസ് അവിടെ ഉണ്ട്. പക്ഷെ അതിനകത്ത് ബെനിഫിറ്റ് ഇടതുപക്ഷത്തിനും ബംഗാൾ ചിലപ്പോൾ ബെനിഫിറ്റ് കിട്ടാനുള്ള സാധ്യത ഈ കള്ളവോട്ടുകൾ മാറുമ്പോൾ പിന്നെ ഒരിക്കലും ഒരു ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലമാണ് എന്ന് ബംഗാളിനെ പറയാൻ പറ്റില്ല. കാരണം തൃണമൂലിന്റെ ഗുണ്ടായുസം തന്നെയാണ് പലയിടത്തും. പക്ഷെ എനിക്ക് തോന്നുന്നു SIR-ലൂടെ ആ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടി മാറ്റുമ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ വോട്ടർ പട്ടിക അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബീഹാർ വഴി ബംഗാൾ വഴി കേരളത്തിലേക്കൊരു തരംഗം വരികയാണ്. കേരളത്തിൽ അത് എത്രമാത്രം റിഫ്ലക്ട് ചെയ്യും എന്നുള്ളത് കാത്തിരുന്ന് കാണും. പക്ഷെ വേറെ കാര്യമുണ്ട്. ഇന്നത്തെ ബീഹാറിലെ ഇലക്ഷൻ പരിശോധിക്കുമ്പോഴത്തേക്കും പറയേണ്ട പേര് രാഹുൽ ഗാന്ധിയെ കുറിച്ചാണ്. രാഹുൽ ഗാന്ധിയെ കുറിച്ച് മാത്രം ഒരു 10 മിനിറ്റ് സംസാരിച്ചു. കാരണം വെച്ചാൽ ഇലക്ഷൻ നടക്കാൻ പോകുന്നതിന് തൊട്ട് തലേ ദിവസമാണ് പുള്ളി വോട്ട് ചോരിയായിട്ട് വന്നത്. ഹരിയാനയിൽ ഓപ്പറേഷൻ H ഹൈഡ്രജൻ ബോംബായിട്ട് വന്നത്. ഹൈഡ്രജൻ ബോംബിനകത്ത് വെള്ളം വീണം. വെള്ളമായി ചീറ്റിപ്പോയി. ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാല് അത് മീഡിയയുടെ മുന്നിൽ വന്നും അടിപൊളി പ്രസന്റേഷൻ, പവർപോയിന്റ് വർക്ക് അടിപൊളി, നല്ല PR വർക്കായിരുന്നു. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ രാഷ്ട്രീയപരമായിട്ട് വിദ്യാഭ്യാസമുള്ളവർ കൃത്യമായിട്ട് ന്യൂസ് മീഡിയ ശ്രദ്ധിക്കുന്ന ആൾക്കാരുള്ളിടത്താണ്. ഉദാഹരണം കേരളത്തിലാണെങ്കിൽ ചർച്ചാ വിഷയം. നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ നടക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ വലിയ ചർച്ചാ വിഷയമാണ്. ഞാൻ നാട്ടിൽ പോയ സമയത്ത് തന്നെ രാഹുൽ ഗാന്ധിയുടെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ബീഹാറിലെ ജനങ്ങൾക്ക് മുന്നിൽ അത് കൊണ്ടുവച്ചെന്താ അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഒരു നേരത്തെ അന്നമാണ്. ടോയ്ലറ്റ് സൗകര്യങ്ങളാണ്, ഒരു നേരത്തെ അങ്ങനത്തെ കാര്യം സംസാരിക്കാതെ ഇത് സംസാരിച്ച് വോട്ട് ജോലി സംസാരിച്ചു കഴിഞ്ഞാൽ ജനം എങ്ങനെ കണക്കിലാക്കും? അവർക്ക് മനസ്സിലാവുന്ന കാര്യം സംസാരിച്ചത് BJP സഖ്യമാണ്. അവർ ഇപ്പോഴും ഭരിക്കുന്ന സർക്കാരാണ്. അവരിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇന്നൊരു കാര്യം ചെയ്തിട്ടില്ല. ബീഹാർ ഒരുപാട് കാര്യത്തിൽ പുറകിലാണെങ്കിൽ പോലും കാര്യങ്ങൾ സംസാരിച്ചത് അവരാണ്. RJD ഒരു പരിധി വരെ കോൺഗ്രസിനെ അങ്ങോട്ട് അടുപ്പിച്ചില്ല എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. രാഹുൽ ഗാന്ധി വന്ന തുടക്കത്തിലെ പരിപാടിയില്ല തേജസ്വിയും രാഹുൽ ഗാന്ധി നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. പക്ഷെ പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ രാഹുൽ കുറെ മാറി വിട്ടുനിന്നു. അപ്പോൾ അതിന് മനസ്സിലാവുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്കും താല്പര്യമില്ല. സമാജ്വാദി പാർട്ടിക്കും RJDക്കും ഒന്നും താല്പര്യമില്ല. എന്തായാലും എനിക്കൊരു തോന്നുന്നത് ഈ ബീഹാർ ഇലക്ഷനോടുകൂടി ഇന്ത്യ സഖ്യത്തിന്റെ ഏകദേശം ഒരു അന്ത്യം ഉറപ്പായോ? കാരണം ഈ രാഹുൽ ഗാന്ധി കൊണ്ടു നടന്നാൽ തോൽവി മാത്രമേ ഉള്ളൂ. BJP തോൽപ്പിക്കാണെങ്കിൽ കോൺഗ്രസിനെ കൊണ്ട് ആകത്തില്ലെന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ചിലർ മനസ്സിലാക്കാൻ താല്പര്യപ്പെടുന്നു. മനസ്സിലാക്കിയിട്ടും അങ്ങനെയായിട്ട് അഭിനയിക്കുകയാണ്. എന്തായാലും രാഹുൽ ഗാന്ധി ഞാൻ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര എല്ലാം നടത്തി. ഒരു ചെറുപ്പക്കാരൻ നടത്തുന്ന പരിശ്രമങ്ങളെ നമ്മൾ അംഗീകരിക്കണം. അയാള് ഇപ്പൊ തന്നെ പറയാൻ പറ്റത്തില്ല, 50 വയസ്സായില്ല ഞാൻ പറയുന്നത്, എങ്കിലും യൂത്തിന്റെ ഇടയിൽ ഒരു തരമാണല്ലോ. എന്തായാലും അങ്ങനെ ഒരു മനുഷ്യൻ, ഒരു 70-75 വയസ്സായ ഒരു മനുഷ്യന് എതിരായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇയാളുടെ ഈ ആധുനികമായ കാര്യങ്ങളോ ഈ PR വർക്കുകളോ ഈ പറയുന്ന അട്ടഹാസങ്ങളൊന്നും ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ടും അതിലൊന്നൊരു മാറ്റമില്ല. ഒരേ ശൈലി, ഒരേ രീതി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോൾ വോട്ട് ചെയ്തിട്ട് വരുന്നു. 2024 ഇലക്ഷനാണ് എല്ലാവരും ബെഞ്ച് മാർക്കായിട്ട് പറയുന്നത്. കാരണം BJP ഒരു പുറമോട്ട് എത്തിക്കാൻ സാധിച്ചു.
ഒറ്റയ്ക്ക് ഭരിച്ചുകൊണ്ട് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ പ്രാദേശികമായ കക്ഷികൾ ഉള്ളിടത്ത് മാത്രമാണ് ബി ജെ പി പുറമോട്ട് പോയത്. ശക്തമായ പ്രാദേശിക കക്ഷികളുണ്ട് എന്ന് വെച്ചാൽ യു പിയും പിന്നെ മഹാരാഷ്ട്രയും. യു പിയിലെ സമാജ്വാദി പാർട്ടിയാണ് പുറമോട്ട് ബി ജെ പിയെ പുറമോട്ട് എത്തിച്ചത്. മഹാരാഷ്ട്രയിൽ എന്ന് പറഞ്ഞാൽ ശിവസേനയുടെ സ്പ്ലിറ്റും പിന്നെ എൻ സി പിയിൽ സ്പ്ലിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് എൻ സി പി ശിവസേനയുടെയും ഇന്ത്യ സഖ്യത്തിനൊപ്പം ഉണ്ടായിരുന്നവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ശക്തി കാണിച്ചു എന്നുള്ളതാണ് സംഭവിച്ചത്. അതല്ലാതെ കോൺഗ്രസ് ഒറ്റയ്ക്ക് ബി ജെ പി ഒന്നും പുറമോട്ട് അടിച്ചിട്ടില്ല. അപ്പോൾ കോൺഗ്രസിനെ കൊണ്ട് സാധിക്കത്തില്ല. അത് കോൺഗ്രസ് മനസ്സിലാക്കണം. രാഹുൽ ഗാന്ധിയെ മുന്നോട്ട് പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നവർ അവർ മനസ്സിലാക്കണം. മനസ്സിലാക്കാതിരിക്കുന്നതാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ സന്തോഷവും ഐശ്വര്യം. രാഹുൽ ഗാന്ധിയാണ് ബി ജെ പിയുടെ ഐശ്വര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഈ പ്രധാനമന്ത്രി കുപ്പായമൊക്കെ ഇനി മടക്കി കെട്ടി പെട്ടിയിൽ വയ്ക്കാം. ഒരിക്കലും അത് പുറത്തെടുക്കേണ്ടി വരില്ല. 29 വരില്ലെന്നാണ് എന്റെ ഒരു കണക്കുകൂട്ട്. ഈ സാഹചര്യത്തിൽ സാധിക്കും. ശരി, മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നമസ്കാരം. നന്ദി.